الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങളിൽ ഇസ്ലാം എന്നുള്ളത് കൂടുതൽ തീവ്രമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആയുധങ്ങളെ കൊണ്ടുള്ള അക്രമമെന്ന് മാത്രമല്ല, പല കോണുകളിലും അതിന്റെ ആശയങ്ങളെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഈ ആഴ്ചകളിലെ അവധികളിൽ പോലും നമ്മൾ കണ്ടതുപോലെ ക്രിസ്മസിന്റെ ലാബിളിൽ മുസ്ലിങ്ങളെ ആക്രമിച്ചിരുന്ന, അതിനുവേണ്ടി കൂട്ടുനിന്നിരുന്ന, വളരെ പച്ചയായി പറഞ്ഞാൽ കാസ അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു നിലക്ക് മെനക്കെട്ടവരാണ്. പക്ഷേ ഇന്ന് രാജ്യത്തിന്റെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് സംസ്ഥാന ഭരണമുള്ളിടത്തെല്ലാം കൃത്യമായ വേദനകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഏതു വിധേനയും ആശയപരമായി ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെയൊക്കെ ലക്ഷ്യം. അതിനൊരുപക്ഷെ വളർന്നു വരുന്ന മക്കളെ പല കോണിൽ നിന്ന് പിടികൂടുന്ന ആളുകളെ കാണാൻ പറ്റും. ഒന്ന്, ഇസ്ലാമിന്റെ പുറത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ. മറ്റൊന്ന്, ഒരു കാലത്ത് മുസ്ലിമായിരുന്നു എന്ന് പറഞ്ഞ എക്സ് മുസ്ലിംസ് എന്ന ലേബിളിലൂടെ ഇസ്ലാം വളരെ പ്രാചീനമാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്നുള്ള രൂപത്തിൽ പരിഹസിക്കുന്ന ആളുകൾ. ശാസ്ത്രത്തിന്റെ ഒരു പിന്തുണയും ഇല്ലാത്ത ഒരു കാട്ടറബി സമൂഹമായി ഗോത്രവർഗക്കാരായി കടന്നു വന്നവരാണ് എന്ന ധാരണ കൊണ്ടുവരുന്ന ആളുകൾ. ഇനി അതല്ല, മതമെന്ന് പറയുന്നതൊക്കെ നമുക്ക് ജീവിതം എന്നുള്ളത് യു ഓൺലി ലിവ് വൺസ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, ഒറ്റ ജീവിതമേ ഉള്ളൂ. അതിന് തടസ്സമായി മതം വരുന്നു എന്ന് കാണുമ്പോൾ അതിനു വേണ്ടി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണമെന്ന് പ്രചോദനം കൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിന്റെ ഒരു ഭയത്തോടുകൂടെ മാത്രം കാണുന്ന ഇസ്ലാമോഫോബിയ വളരെ ശക്തി പ്രാപിക്കുന്ന ഒരു ചിന്താഗതികളും കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്
അത് കൂടുതൽ ഈ ഒരാഴ്ച നമ്മളുടെ വിദ്യാർത്ഥികൾ കൂടുതൽ പള്ളിയിലുള്ള സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചു കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ സമഭാവനയും ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ഉദാരതയും ഒക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇതിന്റെ ഒരു അടിവേര് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഈ ഫോബിയ എന്ന് പറഞ്ഞ പേടി എന്നാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന മാനിയാണ്. അതിനുള്ള ആഗ്രഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്ന. അപ്പൊ ഇസ്ലാമിനോടുള്ളൊരു പേടി സമൂഹത്തിലൂടെ കടന്നു വരുന്നത്. ഇപ്പൊ അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദ്യാർത്ഥി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അവൻ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തം കൗതുകത്തോടെ തന്റെ അധ്യാപകരെ കാണിക്കാൻ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെ കാണിക്കാൻ മുഹമ്മദ് അഹ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി തന്റെ ക്യാമ്പസിലേക്ക് അത് കൊണ്ടുപോവാൻ അദ്ദേഹം കണ്ടുപിടിച്ച മനോഹരമായ ഘടികാരത്തിൽ നിന്ന് അലാമിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് വേറൊരു വൈകാരികത അവിടെ ഉണ്ടാക്കുകയും ഏത് അധ്യാപകനെ പ്രീതിപ്പെടുത്തണമെന്ന കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ അതേ അധ്യാപകൻ ആ ക്യാമ്പസിലെ പ്രിൻസിപ്പലോട് പോലും പരാതി പറയാതെ IB ഉദ്യോഗസ്ഥരെ നേരിട്ട് വിവരമറിയിക്കുകയും ഈ കുട്ടിയെ നാളെയുടെ പത്രത്തിൽ തന്റെ കണ്ടുപിടുത്തം ഒരു വാർത്തയായി വരുമെന്ന് കൗതുകം കണ്ട വിദ്യാർത്ഥിയെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പിന്നീടാണ് അതൊരു ഘടികാരമാണെന്നും ഒരു രാജ്യത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് ആ പയ്യനോട് മാപ്പ് പറയുന്ന വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പിന്നീട് കലങ്ങി മറിയുന്നുണ്ട്. എന്തുകൊണ്ട് അതത്ര വലിയൊരു അലാമിന്റെ ശബ്ദം വലിയൊരു പ്രശ്നമായി എന്ന് ചോദിച്ചാൽ ആ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് മുഹമ്മദ് അഹ്മദ് എന്ന പേരാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ചിന്താഗതികളൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ ഹക്കുണ്ട്, അതിൽ യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ ആശയങ്ങളോട് കിടപിടിക്കാൻ ആർക്കും സാധിക്കാത്തത് കൊണ്ടാണ് മറ്റൊരു വഴിയിലൂടെ അതിനോടുള്ള അക്രമത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത്. എന്താണ് ഒരു പ്രാചീനമായ മതമായി പോയോ എന്ന് ചിന്തിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏത് ആധുനികമായ ശാസ്ത്ര മേഖലകളിലൂടെ കടന്നു വന്നാലും അതിലേക്ക് വിരൽ ചൂണ്ടാനുള്ള ഇൽമിന്റെ ആദ്യ കവാടം ഞങ്ങളിലേക്ക് തുറന്നു തന്നത് ഞങ്ങളുടെ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനാണ്, അതിൽ യാതൊരു സംശയങ്ങളുമില്ല. പ്രിയമുള്ളവരെ, പ്രമാണങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ആസ്ട്രോണമികളുടെ പഠനങ്ങളെ, ഗാലക്സികളുടെ പഠനങ്ങളെ, ജിയോഗ്രഫിക്കൽ തിയറികളെ, അതുപോലെ തന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ പ്രകാശ യാത്രകളുടെ അവസ്ഥകൾ, ഫിസിക്സിന്റെ പഠനങ്ങളെ എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരൽ ചൂണ്ടാത്തൊരു മേഖല കടന്നു വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കാർക്കും ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ ഖുതുബ ശ്രവിക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ മനസ്സിലും ഉണ്ടാകരുത് എന്റെ ഇസ്ലാമിന് അവിടെ നിന്ന് റോളില്ലല്ലോ. ഈ അടുത്ത കാലത്ത് ഇവിടെ ഫാഷിസങ്ങളും വർഗീയതയും മാത്രം സംസാരിക്കുന്ന ഒരു ലേഡി പറയണ്ടായി, ഒരു തീപ്പെട്ടി പോലും സ്വന്തമായിട്ട് മുസ്ലിമീങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വരെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ നോക്ക്, 1400 സംവത്സരങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഒരു പെണ്ണിന് ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ, മദ്യത്തിനു വേണ്ടി അടിമപ്പെട്ടുപോയ യുദ്ധക്കൊതിയന്മാരുടെ കാലഘട്ടങ്ങളിൽ, മരിച്ചാല് മുന്തിരിവള്ളിക്ക് താഴെ മറമാടണമെന്നും അതിന്റെ പേരിൽ നിന്ന് ഉറ്റുവീഴുന്ന ജലകണികകൾ നുരുമ്പിപ്പോയ അസ്ഥികൾക്ക് ആസ്വാദനമേകുമല്ലോ എന്ന് കവിത പാടിയ, മദ്യത്തിന്റെ ചഷകത്തിൽ മുങ്ങിച്ചത്തുപോയ ഈച്ചയെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാനെന്ന് കവിത പാടിയ ഒരു സമുദായത്തിന് അവർക്ക് എഴുത്തിന്റെ വായനയുടെ മേഖലകളിലൂടെ കടന്നുവന്ന് ബദറിൽ ബന്ധനസ്ഥരായ മുശ്രിക്കീങ്ങളിലെ ആളുകളിൽ നിന്ന് എഴുത്തും വായനയും അറിയാവുന്ന ആളുകളോട്, തന്റെ പ്രിയപ്പെട്ട എഴുത്തറിയാത്ത വായന അറിയാത്ത ആളുകളോട് അത് പഠിപ്പിച്ച നിങ്ങൾക്ക് മോചനമുണ്ടെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേന എന്നുള്ള വാക്കുകൊണ്ട് ആദ്യമായി സംസാരിച്ച പ്രമാണമേതെന്ന് ചോദിച്ചാൽ അള്ളാന്റെ ഖുർആനാണ്. അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചവനായ അള്ളാഹുവിനെ സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തി വിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതെങ്ങനെയാ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഉപരിഭാഗത്തുനിന്ന് വെള്ളമിറക്കി തന്ന് മഴയില്ലാത്ത കാലഘട്ടത്തിലും ആ വെള്ളത്തിനെ ഉപയോഗിക്കാൻ മാത്രം
ഭൂമിയിലൂടെ നിങ്ങൾക്ക് കെട്ടിനിർത്തി തന്നവനായ അള്ളാഹിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 23 അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ച ഓരോ ജുമഅയിലും നമസ്കാരത്തിൽ നമ്മൾ കേൾക്കുന്ന ആയത്താണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിന് എങ്ങനെയാണ് പടക്കപ്പെട്ടതെന്ന് നീ ചിന്തിക്കുന്നില്ലയോ? എന്തിനാ ഒട്ടകത്തിനെ പറഞ്ഞ്? അറബികൾക്ക് കൂടുതൽ ബന്ധമുള്ള മരുക്കപ്പൽ എന്ന യാത്രക്ക് ഉപയോഗിക്കുന്ന ഒട്ടകം, വെള്ളം പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റിയുള്ള, അത് കഴിക്കുന്ന മരുഭൂമിയിലെ കള്ളിമുൾച്ചെടികളിലെ മുള്ളു പോലും അതിന്റെ ചുണ്ടിൽ തറക്കാതിരിക്കാൻ മാത്രം ചുണ്ടിനൊരു കീറലോടുകൂടെ അള്ളാഹു പടച്ചിട്ടുള്ള ആ ഒട്ടകത്തിന്റെ സൃഷ്ടിവൈഭവങ്ങൾ, അതിന്റെ കാലുകളുടെ നഖങ്ങളുടെ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യാനുള്ള പ്രത്യേകതകൾ, അതിന്റെ മാംസത്തിന്റെ, അതിന്റെ പാലിന്റെ കഴിവുകളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു, ഉപരിഭാഗത്തിലേക്ക് ആകാശത്തിലേക്ക് ഉപരിഭാഗത്തേക്ക് എങ്ങനെയാണ് 31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്തില് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാവുന്ന രീതിയിൽ ഒരു തൂണും കൂടാതെ ഉപരിഭാഗത്ത് ഉയർത്തിവെച്ചവൻ. മറ്റൊരായത്തില് 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ ആയത്തില് ഒരു മേൽക്കൂരയായി മനുഷ്യൻ ജീവിക്കുന്നതിന്റെ 20-25 കിലോമീറ്ററുകൾക്ക് മുകളിലായി ഓസോൺ ലെയറുകളെ കൊണ്ട് സംവിധാനങ്ങളെ തീർത്ത, അൾട്രാവയലറ്റ് രശ്മികളെ പോലും പ്രൊട്ടക്ട് ചെയ്ത അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ ആ ഭൂമിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എങ്ങനെ പരത്തി തന്നു എന്നുള്ളതാണ്. ഗോളാകൃതിയാണ്, അല്ല ഓവൽ ഷേപ്പാണ്, അതിന്റെ സൈഡിലാണ് മനുഷ്യനുള്ളത്. എന്നിട്ട് പോലും അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിലൂടെ ചിന്തിക്കുമ്പോ അതിനെ പരന്നതായി തോന്നുമാറ് അലം നജ്അലിൽ അർള മിഹാദ, തൊട്ടിലാക്കി തന്നില്ലേ നിങ്ങൾക്ക്? മറ്റൊരായത്തിൽ ഫിറാശ, നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നില്ലേ? ആരാ പറയണേ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിൽ നിന്ന് തന്നെ നിയോഗിതനായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാനത്തിന്റെ ഏത് മേഖലകളിലേക്കും പരിമിതികളാണ്, ഒരു ഖുത്ബയുടെ പരിമിതിയാണ്. ഞാനിവിടെ നിർത്തി. എത്ര ആയത്തുകൾ നിങ്ങൾക്ക് വേണം? അല്ല, ബിഗ് ബാങ് തിയറിയെ സുന്ദരമായി അവതരിപ്പിച്ച അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ പറയും, ഏത് ശാസ്ത്രകാരന്മാരും ശാസ്ത്രത്തിന്റെ വാദം ഉന്നയിക്കുന്നവരും ഇസ്ലാമിനെ പഴിചാരാൻ വന്നാൽ അവർക്ക് മുമ്പേ സഞ്ചരിച്ചൊരു പ്രമാണം, ഇനിയും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലാത്തതിലേക്ക് വിരൽ ചൂണ്ടിയ പ്രമാണം. നിങ്ങൾക്കറിയോ, മനുഷ്യന്റെ കുരങ്ങന്റെ വാല് മുറിഞ്ഞിട്ടാണ് മനുഷ്യനുണ്ടായതെന്ന് ഡാർവിനിസത്തെ അവതരിപ്പിക്കുമ്പോൾ ഖുർആനിലെ 23 അധ്യായത്തിന്റെ 10-11 ആയത്തുകളിലൂടെ എംബ്രിയോളജിയുടെ ഘട്ടങ്ങളെ വിശദീകരിച്ചു വന്നിട്ട് ഭ്രൂണകാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ സൃഷ്ടിയാക്കി മാറ്റിയ അള്ളാഹുവിന്റെ അപാരമായ കഴിവിന് വിരൽ ചൂണ്ടി അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. പക്ഷെ ഇന്ന് എത്ര കാലം മനുഷ്യനെ വിഡ്ഢികളാക്കി വെച്ചു. ഡാർവിൻ പോലും അറിയാത്ത ഡാർവിനിസം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അവസാനം പറഞ്ഞതറിയോ? ഇവരിങ്ങനെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു മനുഷ്യൻ ഗറില്ലയിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിവർത്തനത്തെ, മനുഷ്യന്റെ തലയോട്ടിക്ക് ഗറില്ലയുടെ താടിയെല്ലാം തുന്നിപ്പിടിപ്പിച്ച് 150 വർഷമാണ് ജനങ്ങളെ വിഡ്ഢികളാക്കിയത്. അവസാനം അത് തെളിയിക്കപ്പെട്ടു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അത് വ്യത്യസ്തമാണ്. പ്രിയമുള്ളവരെ, പഠിക്കണം ഇസ്ലാമിനെ, അറിയണം. നിങ്ങൾ നോക്ക്, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു വന്നവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളോട് ഇതെന്തെന്ന് പോലും അറിയാൻ ഇന്നത്തെ പുരോഗമനത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതും ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ തന്നെയാണ്. ഇത് ബോധ്യവാന്മാരാവേണ്ടത് നമ്മളാണ്. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ, ഇസ്ലാമിന്റെ ജീവിതത്തിൽ ആസ്വാദനമില്ല എന്ന് പറയുമ്പോ നിങ്ങൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇസ്ലാമിക ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളോട് നിങ്ങൾക്കറിയോ, വളരെ കൗതുകം തോന്നുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആസ്ട്രോലേബ് എന്ന് പറയുന്ന, ലോകത്താദ്യമായി ആസ്ട്രോലേബ് കണ്ടുപിടിച്ചതാരാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട സമറത്ത് ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ മകനാണ്. നൂറ്റാണ്ടുകൾക്ക് പുറത്ത് നിങ്ങളാരേക്ക് ആദ്യമായി ആസ്ട്രോലേബ് കണ്ടുപിടിക്കുന്നത് CE 750 ആ ആസ്ട്രോലേബ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് യൂറോപ്യൻസിന്റെ കയ്യിൽ കിട്ടുമ്പോ അവർ മനസ്സിലാക്കുന്നത് എന്തോ അലങ്കാര വസ്തുവാണെന്ന് കരുതി
വർഷങ്ങളോളം കൊട്ടാരത്തിലൂടെ തൂക്കിയിട്ട പാരമ്പര്യമാണ്. എവിടെ? യൂറോപ്യൻ കൊട്ടാരത്തില് വർഷങ്ങളോളം തൂക്കിയിട്ടിട്ടുണ്ട്. സമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ മകൻ കണ്ടുപിടിച്ച ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആസ്ട്രോലോബ് എന്നുള്ളതാണ്. CE 792 ബാഗ്ദാദിൽ ആദ്യമായി മുസ്ലിങ്ങൾ ഒരു കടലാസിന്റെ നിർമ്മാണ ഫാക്ടറി, ലോകത്ത് കടലാസിന്റെ നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുന്ന മുസ്ലിങ്ങളാണ്. 792 തീർന്നില്ല. CE 892 ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ഉണ്ടാകുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ഉണ്ടാകുന്നത് 892 മുസ്ലിങ്ങളുടെ നാഴികക്കല്ലുകളാണ്. അതുപോലെ CE 875 അബ്ബാസ് ബിൻ ഫുർനാസ് എന്ന് പറയുന്ന ഉന്ദുലിസി പണ്ഡിതനാണ്. നിങ്ങളൊക്കെ റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ്, നമ്മൾ പറയില്ലെന്ന് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. അവർക്ക് മുമ്പ് പറക്കാനുള്ള മോഹമായി ഒരു ഗ്ലൈഡർ ആദ്യമായി കണ്ടുപിടിച്ചത് അബ്ബാസ് ബിൻ ഫുർനാസ് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ്, ഉന്ദുലിസി പണ്ഡിതനാണ്. അതിന്റെ ശ്രമങ്ങളിൽ അദ്ദേഹത്തിന് പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോകത്താദ്യമായി വിരൽ ചൂണ്ടിയതവരാണ്. 1200 ഇസ്മായിൽ അൽ ജസരി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ മനുഷ്യൻ അവിടുന്ന് ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടുപിടിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക്, വാഹനം ഉപയോഗിക്കുന്നതിന്റെ ഇഞ്ചൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ക്രാങ്ക് ഷാഫ്റ്റിനെ പറ്റി അറിയാൻ പറ്റും. അദ്ദേഹമാണ് ഇന്നും വിളിക്കപ്പെടുന്ന ഫാദർ ഓഫ് റോബോട്ടിക്സ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ഫാദർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹമാണ്, ഇസ്മായിൽ അൽ ജസരിയാണ്. നമ്മളിതൊക്കെ പറയണത് മുസ്ലിങ്ങൾക്ക് സ്വാധീനങ്ങളില്ലെന്നാണോ? നമ്മുടെ പുതിയ തലമുറകളോട് സംസാരിക്കാനുള്ളത് കോർഡോവയും ഗ്രാനഡയും ഡമസ്കസിലെ പള്ളികള് വാന നിരീക്ഷണ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന വിജ്ഞാനത്തിന്റെ നാഴികക്കല്ലുകളുടെ കാലഘട്ടങ്ങള് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊക്കെ മാത്തമാറ്റിക്സിന്റെ മേഖലകളിൽ വേണോ? അവിടെ നോക്ക് സഹറാവി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിലെ, നിങ്ങൾ നോക്ക് ഉന്ദുലുസിലെ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ്. പല രോഗങ്ങളും നിർണയിച്ച വ്യക്തിത്വം. ഹീമോഫീലിയ, ഹൈഡ്രോസെഫാലസ് തുടങ്ങിയ രോഗങ്ങളെ ആദ്യമായി നിർണയിച്ചത് ആരാ? സഹറാവിയാണ്. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ലോകത്ത് ആദ്യമായി ബ്രസ്റ്റ് ക്യാൻസറിനെ, അതുപോലെ തൈറോയിഡ് മുഴകളെ സർജറി നടത്തിയത് സഹറാവിയാണ്. ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സർജറി നടത്തിയത്. ഇന്നും വൈദ്യശാസ്ത്ര ലോകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ രൂപരേഖ 200-ലധികം ഉപകരണങ്ങളെ വരച്ചു വെച്ചതും സഹറാവിയാണ്. അതിൽ പല ഉപകരണങ്ങളും സ്വന്തമായി നിർമ്മിച്ചിട്ടുള്ളതും സഹറാവി തന്നെയാണ്. ഇനി മാത്തമാറ്റിക്സിന്റെ മേഖലകളിൽ വേണോ? 16-ാം നൂറ്റാണ്ടുകൾ വരെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോ അതിൽ പുതിയ സങ്കല്പങ്ങൾ അവർ കൊണ്ടുവരുമ്പോ അതിന്റെ താഴെ അവർ എഴുതി വെക്കുന്ന ഒരു വാചകമുണ്ട്, ദിക്സിറ്റ് അൽഗോരിതം. 16 നൂറ്റാണ്ട് വരെ ഗണിതശാസ്ത്രത്തിന്റെ ഏത് പുതിയ സങ്കല്പങ്ങൾ വന്നാലും ദിക്സിറ്റ് അൽഗോരിതം എന്ന് അതിന്റെ താഴെ അവർ എഴുതി വെക്കും. എന്താണത്? അൽഗോരിതം പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ സങ്കല്പങ്ങൾ എന്നുള്ളതാണ്. ഏതാണ് ഈ അൽഗോരിതം? മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാറിസ്മി എന്ന് പറയുന്ന പണ്ഡിതന്റെ പേരാണ്. അദ്ദേഹത്തിന് ലാറ്റിനേറ്റ് ചെയ്യപ്പെട്ട് അൽഗോരിതം എന്ന് വിളിക്കപ്പെടുന്നത് മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാറിസ്മി എന്ന് പറയുന്ന ഇസ്ലാമിക കാലഘട്ടത്തിലെ വലിയ ഒരു ഗണിത പണ്ഡിതനാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തമാണ് ഇന്നും 2400 പ്രദേശങ്ങളുടെ കൃത്യമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോറ്റിറ്റ്യൂഡും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം അൽജിബ്രയുടെ ഉപജ്ഞാതാവ് കൂടെയായിട്ടുള്ള മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാറിസ്മി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഗണിതശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും ഗണിതക്രിയ സങ്കേതങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 നില കെട്ടിടത്തിന്റെ ഉയരം അദ്ദേഹത്തിന്റെ ഗണിതശാസ്ത്രക്രിയകളെ കൊണ്ട്, ഗണിതക്രിയ സങ്കേതങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നും 1 മൈൽ ദൂരമുള്ള പാലത്തിനാവശ്യമായ വസ്തുക്കളുടെ കൃത്യമായ കണക്കുകൾ അദ്ദേഹത്തിന്റെ ഗണിതക്രിയ സങ്കേതങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്നും ഭൂമിയിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു ഉപഗ്രഹം ഇന്ന ഗ്രഹത്തിന്റെ ഇന്ന ഭ്രമണപഥത്തില് എത്താൻ എത്ര സമയമെടുക്കുമെന്നുള്ള കൃത്യമായ കണക്ക് ഖവാറിസ്മിയുടെ കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധ്യമാണ് എന്നുള്ളത്. ഞാനിതൊക്കെ പറയണത് കുറെ അത്ഭുതങ്ങൾ പറയാനില്ല.
ഇസ്ലാം ശാസ്ത്രലോകത്ത് സംഭാവനകളില്ലാന്ന് വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞു എന്നല്ലാതെ, പ്രിയമുള്ളവരെ, വൈജ്ഞാനിക മേഖലകളെ എടുക്കുമ്പോ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും വെറുതെ പറയില്ല. കൃത്യമായി ന്യൂക്ലിയർ ഫിസിക്സിലെ പ്രതിപ്രവർത്തനങ്ങളെയും ബയോടെക്നോളജിയിലെ തന്മാത്ര പ്രവർത്തനങ്ങളുടെയും കണക്കുകൾ ഇദ്ദേഹം കണ്ടുപിടിച്ച അൽജിബ്ര ഉപയോഗിച്ച്, ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് ഇന്നും ആ മഹാനായ മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാറസ്മിയുടെ നാടിനെ അൽഖൈരിതം എന്ന്, ഖവാറസം എന്ന നാടിനെ ഇന്ന് വിളിക്കപ്പെടുന്നത് അൽഖൈരിതം എന്നാണ്. അത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ ലോകത്തിലെ വൈജ്ഞാനിക യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എടുക്ക്. മുസ്ലിംകളുടെ സംഭാവനകൾ നിസ്സാരമല്ല. ഹിജറ 244 ജാമിഅത്തുൽ ഖാവിയീൻ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ആരാ കൊണ്ടുവന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ആഫ്രിക്ക കീഴടക്കിയ ഒരു സഹാബിയുണ്ട്, ഉഖബത്ത് ബിൻ നാഫിഅ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്തലമുറക്കാരി ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഫാത്തിമത്തുൽ ഫിഹ്രി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് എന്നുള്ളതാണ്. മുസ്ലിം സ്ത്രീകളുടെ സംഭാവനകളും നിസ്സാരമല്ലല്ലോ. അബ്ദുറഹ്മാൻ ബിൻ ഖൽദൂൻ എന്ന് പറയുന്ന ചരിത്രകാരൻ അവരെ പറ്റി എഴുതി വെച്ചത് കഅന്നമാ നബ്ബഹത് അബാസിമുൽ മുലൂകി ബഅദഹാ, അതിനുശേഷം വന്ന രാജാക്കന്മാരെ അവർക്ക് പോലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദിതമായിരുന്നു ഫാത്തിമ ഫിഹ്രി എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. അങ്ങനെ അറിവിന്റെ പട്ടണങ്ങൾ എണ്ണുമ്പോ കോർഡോവയാവട്ടെ, ഗ്രാനഡയാവട്ടെ, നമ്മളുടെ ഇന്ത്യയുടെ ഡൽഹിയാവട്ടെ, അങ്ങനെ മറവും ഇസ്ഫഹാനും ബഗ്ദാദും ഫർഗാനയും നൈസാപൂരും വൈജ്ഞാനിക ലോകത്തിന്റെ ഇസ്ലാം നൽകിയ സംഭാവനകളുടെ സന്തതികളാണ് എന്ന യാഥാർത്ഥ്യങ്ങളെപ്പോലും നമ്മളുടെ മക്കളെ തിരിച്ചറിയണില്ല എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിന് മാതൃക എവിടെന്ന്? അള്ളാന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളോടും പറഞ്ഞത് പഠിക്കാൻ തന്നെയാണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അള്ളാന്റെ ഖുർആൻ നമ്മളോട് ചോദിക്കാൻ, അറിയുന്ന ആളുകളും അറിവില്ലാത്ത ആളുകളും സമമാകുമോ എന്നുള്ളതാണ്. ഇതെന്തിനാ നമ്മളോടൊക്കെ പറഞ്ഞതറിയോ? നമ്മുടെ മക്കളോട് പറഞ്ഞതറിയോ? ഇൽമു നേടണം. നമ്മള് മതപരമായ ഖുർആനിലും ഹദീസിലും നമ്മൾ പ്രാവീണ്യം നേടണം. നിങ്ങൾ ആലോചിക്ക്, എന്തിനാണ് ശാസ്ത്രം പഠിക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു റബ്ബില്ലേ നമുക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് എവിടെയൊക്കെ വരച്ചുകൊണ്ട് അഫലാ യൻദുറൂൻ അഫലാ യഅഖിലൂൻ അഫലാ യഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കണില്ലേ? നിങ്ങൾ അറിയണില്ലേ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിന്റെ 191 ആയത്തുകൾ അവതീർണമാകുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നപ്പോഴാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂലേ, അങ്ങയുടെ മാറത്തൊന്ന് തലവെച്ചെനിക്ക് കിടക്കണമെന്ന് ഒരൽപ്പം റൊമാന്റിക്കായി സംസാരിച്ചപ്പോ ആയിഷ, ഇന്നതിന് പറ്റിയ ദിവസമില്ല ആയിഷ, ഇന്നിറങ്ങിയ ആയത്തുകള് എന്റെ മനസ്സിനെ ഉൾക്കടകം കൊള്ളിക്കുന്നുണ്ട് ആയിഷ. ആയത്ത് ഏതെന്നറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ സൃഷ്ടിപ്പ് കാണുമ്പോ, ഈ പഠനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് അതിന്റെ പിന്നിലെ നാഥനെയാണ്, അതിന്റെ പിന്നിലെ സൃഷ്ടാവിനെയാണ്. ആ റബ്ബിത് തന്നതെന്തിനാണ്? റബ്ബന, അള്ളാനോട് പറയാൻ, മാ ഖലഖത ഹാദാ ബാതില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാ, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് പഠിക്കാനാണ്. ആ ലക്ഷ്യത്തിന് അള്ളാനോട് നന്ദി ചെയ്യാനാണ്. നന്ദി കേട് കാണിക്കുമ്പോ എനിക്ക് നരകമാണ്. അതുകൊണ്ട് റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈത, നീ ഒരാളെ നരകത്തിലൂടെ പ്രവേശിപ്പിച്ചാൽ നിന്ദിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്. പ്രിയമുള്ളവരെ, പഠനങ്ങൾ ഉണ്ടാവണം. ഇസ്ലാം ഒരു ശാസ്ത്രത്തിനും വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. പറയുന്നവർക്ക് പറയാം, പ്രചരിപ്പിക്കുന്നവർക്ക് പ്രചരിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ പഠനങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിലേക്ക് ആളുകളെ കടന്നു വന്നിട്ടുള്ളത്. ഗോർമൻ ക്ലാവൽ എന്ന് പറയുന്ന, അതുപോലെ ഹാംസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന, നിങ്ങൾക്ക് ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം ഈസ് എ ലൈ, ഖുർആൻ ഈസ് എ പോയിസൺ. ഇസ്ലാം എന്നാൽ നുണയാണ്, ഖുർആൻ എന്നാൽ അതൊരു വിഷമാണ്.
എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് പിന്നീട് ഇസ്ലാമിന്റെ വലിയ പ്രചാരകരായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്കറിയാം, ആമസോണില് ഏറ്റവും കൂടുതൽ പുസ്തകം വിൽപ്പന നൽകപ്പെടുന്നത് ദി ഡിവൈൻ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം ഹാംസ് ആൻഡേഴ്സിന്റെയാണ്. അദ്ദേഹം നിങ്ങളിതൊക്കെ ഇസ്ലാമിനെ വിമർശിച്ച വ്യക്തികൾക്ക്, റിച്ചാർഡ് ഡോക്കിൻസിനെ അദ്ദേഹം എഴുതിയ മറുപടിയാണ്. ഇവരൊക്കെ ഇസ്ലാമിനെ പുലുകി അതിനെ പഠിച്ചു. ഒരു കാലത്ത് വിമർശിച്ചിരുന്നവർ ഇതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നു വന്നവരാണ്. അബു ആമിന ബിലാൽ ഫിലിപ്സ്. ഇന്ത്യയിൽ നമ്മൾ അറിയേണ്ടത് ഏറ്റവും വലിയ ഇസ്ലാമിക് ഓൺലൈൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്റേതാണ്. അതുപോലെ തന്നെ ഖുർആനിൽ ഇവിടെ നമ്മൾ നരകത്തിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ചില്ലേ? മനുഷ്യന്റെ തൊലി അള്ളാഹു നരകത്തിലൂടെ കരിച്ചു കളയുന്നത്. അവരുടെ തൊലികൾ പഴുത്തു ഭാഗമാകുമ്പോ അള്ളാഹു തൊലികളെ മാറ്റിക്കൊടുക്കുമെന്ന് പറയുന്ന ആയത്തിറങ്ങുമ്പോ, പ്രിയമുള്ളവരെ, തായ്ലാന്റിലെ ചിയാങ്മ യൂണിവേഴ്സിറ്റിയിലെ ശരീരഘടന ശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടറായിരുന്ന പ്രൊഫസർ തെഗറ്റസ്, അദ്ദേഹം സൗദി അറേബ്യയിൽ വെച്ച് നടന്ന 8ാമത് ശാസ്ത്ര സമ്മേളനത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ച് അദ്ദേഹം സയന്റിഫിക് സയൻസ് ഓഫ് ഖുർആൻ ആൻഡ് സുന്ന എന്ന് പറയുന്ന ഒരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചിട്ട് അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അള്ളാന്റെ ദീനിൽ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് ആര് വഴിതെറ്റിക്കാൻ വന്നാലും നമ്മളുടെ മക്കളോട് പറയാനുള്ളത്, ഇങ്ങനെ പറയാൻ റോമിന്റെ പോപ്പിനെ വരെ ഇസ്ലാം സ്വീകരിച്ചൊരു മരപ്പണിക്കാരൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമിൽ കിട്ടിയ അവഗാഹമാണ് ഇതൊക്കെ. അഹമ്മദ് ദീദാച്ചും അതുപോലെ ഒരുപാട് ആളുകൾ, ഹംസ യൂസുഫ് അടക്കമുള്ള ആളുകൾ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണങ്ങളെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത് എവിടുന്നവർക്ക് ഇതിന്റെ സോഴ്സ്. നമ്മൾ പറയുന്ന 6ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യൻ എന്ന് പറഞ്ഞ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ, ഗോത്രവർഗക്കാരൻ എന്ന് പറഞ്ഞ ആര് പരിഹസിച്ചാലും നിങ്ങളുടെ മുഴുവൻ ശാസ്ത്രങ്ങളും ആ പ്രവാചകൻ ഓതി തന്ന വഹിയിന്റെ ചിറകിന്റെ താഴെ നിൽക്കാനേ അതിന് പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ അഭിമാനമുണ്ടാകണം. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയാൻ, ഈ വാദങ്ങളൊക്കെ ലോകത്തുന്നയിക്കുന്നവർ നമുക്കൊരു നന്മ ആഗ്രഹിച്ചിട്ടല്ല. പ്രിയപ്പെട്ട മക്കളോടാണ് അള്ളാന്റെ ദീന് നിങ്ങളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ നാട്ടിൽ ഒരു കിഡ്നി ഫെയിലിയർ ആയ ഒരു മകനുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ഡയാലിസിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് ശരീരം കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മതം വേണ്ട എന്ന് പറയുന്നവർ, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളവരാണെന്ന് പറയുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അതിന് മതമുള്ള വിശ്വാസികൾ വേണം. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ രംഗങ്ങളിലൂടെ നിങ്ങൾ നോക്ക്, ഇന്ന് നവോത്ഥാനം വേണമെന്ന് പറയുന്നവർ രക്ഷിതാക്കളോടുകൂടെയാണ്. എല്ലാ ഫ്രീഡത്തിനും മക്കളെ അഴിച്ചുവിടാം എന്ന് കരുതുന്നവരോട് കൂടെ തന്നെയാണ്. വിദ്യാഭ്യാസം നേടിയെന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത്, നാം ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിൽ വരെ വൃദ്ധസദനങ്ങൾ അനിവാര്യമാണ്. പ്രായം വന്ന മാതാപിതാക്കള് മക്കളുടെ സ്വൈരവിഹാരത്തിന് തടസ്സമാണെങ്കിൽ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോ, മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥന, പ്രായാധിക്യം കടന്നുവന്ന മാതാപിതാക്കളുണ്ടായിട്ട് അവരെ പരിഗണിക്കാത്ത പരിചരിക്കാത്ത മക്കളുണ്ടോ? അവർക്ക് അല്ലാഹുവിന്റെ നാശമുണ്ടാകട്ടെ, അവൻ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പറില് മുത്ത് റസൂൽ ആമീൻ 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 എന്ന് പറഞ്ഞ് അനന്തര ഫലമാണ് ഈ അടുത്ത കാലത്ത് പോലും സൗദി അറേബ്യയില് 20 വയസ്സിലേക്ക് മുകളിൽ പ്രായമുള്ള 2 മക്കൾ കോടതികളിലൂടെ കേസ് നടത്തിയത്. ബാപ്പാന്റെ ഉമ്മാന്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ല, അവരെ നോക്കാൻ എനിക്ക് വേണമെന്ന് മൂത്ത മകൻ, അവരെ നോക്കാൻ എനിക്ക് വേണമെന്ന് ഇളയ മകൻ. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ പ്രത്യേകത അതാണ്. നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നുണ്ടോ? സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീൻ, ഈ ഒരു ഇസ്ലാമിന്റെ നന്മയെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഗമന ലിബറൽ വാദങ്ങൾ ഉണ്ടാക്കുന്ന വിഷങ്ങൾ എന്നുള്ളത്. ഉമ്മാന്റെ ഗർഭത്തിലൂടെ വളരുന്ന കുഞ്ഞ് ഇന്നത്തെ പുതിയ സ്കാനിങ്ങളിലൂടെ നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, ആ സ്കാനിങ്ങിലൂടെ അവർക്ക് അംഗവൈകല്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, അവർക്ക് ബുദ്ധിമാന്യമെന്ന് ബോധ്യപ്പെട്ടാൽ, ആ മക്കളെ വെട്ടി നുറുക്കിക്കൊല്ലുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്ന ഗർഭപാത്രങ്ങളിലൂടെ പ്രവേശിച്ചു വന്ന്
5-6 ദിവസങ്ങളിലൂടെ ജീവൻ കടന്നു വന്ന് ആ ഭ്രൂണം ജീവന്റെ തുടിപ്പുകൾ അറിയുമ്പോ, പ്രിയമുള്ളവരെ, കേവലം 1 മാസങ്ങൾ പിന്നിടുമ്പോ അവയവങ്ങളുടെ വളർച്ചകളെ കടന്നു വന്ന് 18 ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ആ ശരീരം ഉമ്മാന്റെ ഗർഭവാസത്തിൽ ചലിക്കാൻ തുടങ്ങുമ്പോ 5 മാസമാവട്ടെ 6 മാസമാവട്ടെ കത്തിയിറക്കി അവരെ തുണ്ടുതുണ്ടായി കൊന്നുകളഞ്ഞേക്കിയെന്ന് ആ കത്തിയുടെ മുനയിൽ കയ്യമർന്നു പോയ ഒരു ഭ്രൂണത്തിന്റെ ചിത്രം കൊടുത്ത് എന്നെ കൊല്ലല്ലുമ്മ എന്ന് പറയുന്ന ഒരു വൈകാരികതയുടെ ഒരു ലോല മനസ്സ് പോലും ഇവരുടെ ആരുടെയും മനസ്സിനെ താണ്ടുന്നില്ല. അതിന് കൊന്നുകളയണമെന്ന് വാശി ഉന്നയിക്കുന്നവർ, പറന്ന് വീണ കുഞ്ഞിന് അംഗവൈകല്യമുണ്ടെന്ന് കണ്ടാൽ, ഓട്ടിസം ഉണ്ടെന്ന് കണ്ടാൽ, ബുദ്ധിമാന്യമുണ്ടെന്ന് കണ്ടാൽ ആ ജീവനെയല്ല നിങ്ങൾ വില കൽപ്പിക്കേണ്ടത്, അതിനെ കൊന്നുകളഞ്ഞേക്ക് എന്ന് പറയുന്ന അവിടെയാണ് അള്ളാന്റെ ദീന് പറഞ്ഞത്, നിങ്ങൾ അവരെ കൊല്ലല്ലേ, അള്ളാന്റെ ശാപമുണ്ട് നിങ്ങൾക്ക്, ലോകത്തിലെ മുഴുവൻ ആളുകളെയും കൊന്നവരെ പോലെയാ നിങ്ങളെന്ന്. പ്രിയമുള്ളവരെ, എത്രത്തോളം പറഞ്ഞെന്നറിയോ? ഉമ്മാന്റെ ഗർഭത്തിലുള്ള ഭ്രൂണത്തിനെ കൊല്ലുന്നത് പോലും ഇസ്ലാമിന്റെ ലോകത്ത് കൊലപാതകത്തിന് ഈക്വലാണ് ഇന്ന് പഠിപ്പിച്ച അള്ളാന്റെ ദീൻ. നമ്മൾ എവിടെയാണ് ഈ മതത്തിന് വേണ്ട 6-ാം നൂറ്റാണ്ടെന്ന് പറയണേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിക്കുമ്പോ ഒരു നല്ല മനുഷ്യനാവാൻ, സംസ്കാരമുള്ളൊരു മനുഷ്യനാവാൻ നമുക്ക് സാധിക്കുന്ന തത്വങ്ങളാണ് ഇസ്ലാം ലോകത്തോട് സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് പ്രത്യേകിച്ചു പറയാൻ, ചങ്ങരംകുളത്ത് പല പോസ്റ്ററും വരും, ആളുകളും വരും, മഴവിൽ വർണ്ണങ്ങളെ കൊണ്ടുവരും. ജീവിതം അടിച്ചു പൊളിക്കണ്ടേ? ഇവരിങ്ങനെ നിങ്ങളെ പള്ളിയും നിസ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കാൻ ഇതിലൊരു ആസ്വാദനം ഇതിൽ വന്നിരുന്ന ആളുകൾക്കറിയാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ദീന് പഠിക്കുക, അത് ഉൾക്കൊള്ള, ഇത് യാഥാർത്ഥ്യമാണോ തിരിച്ചറിയാനുള്ളൊരു മനസ്സുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد, اتقوا الله يا عباد الله. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത്, ഇന്നത്തെ പുതിയ തലമുറക്കും പുതിയ മക്കൾക്കും ഇസ്ലാം ഒരിക്കലും ഒരു ഔട്ട് ഓഫ് ഫാഷനാണ്, അല്ലെങ്കിൽ നമ്മളുടെ യുക്തിക്ക് നിരക്കാത്തതാണ് എന്നൊരു ചിന്തയുടെ ഒരു പ്രസക്തി പോലും അള്ളാഹിന്റെ ദീനിൽ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആളുകളൊക്കെ വിളിക്കുന്നത്, ഞാനൊരു പച്ചയായി നിങ്ങളോട് പറയാൻ, കോഴിക്കോടിന്റെ സ്വപ്ന നഗരിയിലെ ഇത്തരം ആളുകൾ പരസ്യമായി ജനങ്ങളോട് ഉദ്ഘോഷിച്ചത് എന്താണെന്നറിയോ? സ്വന്തം മാതാപിതാക്കളായിട്ട് പരസ്പര സമ്മതമുണ്ടെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ വേണം എന്ന് വാദിച്ചവരാണ്. നമ്മൾ വിചാരിക്കും അത് പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യക്കാർ പറഞ്ഞതല്ലേ, പിന്നെ കോഴിക്കോട് വന്നു. ഇന്ന് നമ്മളുടെ തൃശൂർ ജില്ലയിലെ ഇതിന്റെ അവകാശവാദത്തിന് വേണ്ടി മൃഗരതിക്കും ശവരതിക്കും അതായത് ചെറിയ മക്കളോടുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കും അവകാശങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് റാലി നടത്താൻ വരെ മനസ്സ് കാണിച്ച ആളുകൾ, അവിടേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, മക്കളോട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മാതാപിതാക്കൾ അവർക്കെന്താ തിരിച്ചു കൊടുക്കാൻ കഴിയുക? നിങ്ങൾക്കറിയോ? മക്കളോടാ പറയണേ, ശരീരത്തിന്റെ ഒരു എല്ല് പൊട്ടുമ്പോ ഒരു വേദന ഉണ്ടാവും. 22 എല്ല് ഒരേ സമയം പൊട്ടുന്ന വേദനയില് നമുക്ക് ജന്മം തന്നവരാ നമ്മളുടെ ഉമ്മ. ആ വേദനകളെ നിസ്സാരവൽക്കരിക്കരുത്. നമുക്കെന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണ്ടേ? ലോകത്തൊരിക്കലും നമ്മളുടെ മുഖം കാണാതെ, ശബ്ദം കേൾക്കാതെ, സ്വരമറിയാതെ, സ്വഭാവമറിയാതെ, ഭാവമറിയാതെ നമ്മളെ ലോകത്ത് ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ഉമ്മയാണ്, നമ്മളുടെ ബാപ്പയാണ്. ഗർഭത്തിലൂറിയെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പ്രണയിച്ചതാ നമ്മളെ, സ്നേഹിച്ചതാ നമ്മളെ. ആ ഉമ്മാനെയാണ് നമുക്ക് വേണ്ടാന്ന് ശകാരിക്കാൻ നമ്മളുടെ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ, ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാല് നുകരുന്ന കാലഘട്ടം, അതല്ലാതെ വേറൊരു ഭക്ഷണ സംവിധാനം ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാല് നുകരുമ്പോ, മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് പാല് കിട്ടാതെ മാതാവിന്റെ മാറിടത്തിൽ കടിക്കുമ്പോ, മുല്ലമുട്ട പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാന്ന് പറഞ്ഞ തലോടി ഉമ്മാനെ ഇന്ന് നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാന്റെ കോടതിയിൽ മാപ്പില്ലാട്ടോ. അവർ മനസ്സിരുത്തി അള്ളാഹിനോടൊരു വാക്ക് പറഞ്ഞാൽ അള്ള പ്രാർത്ഥന
സ്വീകരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കെന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? നമ്മളുടെ ബാപ്പ അനുഭവിച്ച ത്യാഗങ്ങളാണ്, നൊമ്പരങ്ങളാണ് ഇന്ന് നമ്മളൊരു ശരീരമായിട്ട് മാറിയിട്ടുള്ളതെങ്കിലേ ആ ബാപ്പാനോട് ദേഷ്യം വെക്കുന്ന മക്കളോട് നോക്ക് പ്രിയമുള്ളവരെ, എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? നമ്മൾ ആലോചിക്കണ്ടേ? ഇൽമ പഠിക്കണ മക്കളോട്, വിദ്യാഭ്യാസം നേടുന്ന മക്കളോട്. ഇന്ന് പള്ളിയിൽ കൂടുതൽ മക്കളുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, അവരെ തിരിച്ചു നോക്കല് മാത്രമില്ല, നാളെ അവര് ഖബറിൽ പോകുമ്പോ അവർക്ക് ഉപകരിക്കാൻ മുത്തനബി പറഞ്ഞില്ലേ, വലതുൻ സാലിഹുയ്യതോല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു സന്താനുണ്ടോ? അള്ളാഹു ഖബറിലേക്ക് പുണ്യങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നാൻ. അങ്ങനത്തെ ഒരു മോനായി മോളായി ഞാൻ മാറുന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ബാപ്പാന്റെ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, എന്റെ ബാപ്പാക്ക് പൊറുച്ചു കൊടുക്കണേ അല്ലാ. പെണ്ണുങ്ങളൊന്ന് നിസ്കരിക്കണ്ടാന്ന് പുരോഹിതന്മാര് വന്ന് പറയുമ്പോ എന്റെ ബാപ്പാനോട് എനിക്ക് ചെയ്യാനുള്ള കടമയാണെന്ന് പറഞ്ഞ് ആ ബാപ്പാക്ക് വേണ്ടി നിസ്കരിക്കുന്നൊരു മോളുണ്ടാവാന് നാളെ അല്ലാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളില് ഉമ്മാന്റെ ബാപ്പാന്റെ മീസാനിൽ നന്മകൾ കണക്കുകൂട്ടുമ്പോ എവിടുന്നാ റബ്ബേ ഇത്രയും പുണ്യങ്ങളെന്ന് പറയുമ്പോ ഇസ്തിഗ്ഫാർ വലദിക്കലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണ് എന്ന് പറയുന്ന വാപ്പാക്കുമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകുമോ? അതാണ് പ്രിയമുള്ളവരെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആകാശഭൂമികളുടെ സകലമാന വസ്തുക്കളെക്കാളും വിലമതിക്കാനാവാത്ത താജുൽ വഖാർ, ഔന്നത്യത്തിന്റെ കിരീടം ഖുർആൻ പഠിക്കുന്ന മക്കളെ നമ്മളുടെ വാപ്പാക്കുമ്മാക്ക് കൊടുക്കാൻ പറ്റും. ആകാശഭൂമികളുടെ സകലമാന വസ്തുക്കളെക്കാളും വിലമതിക്കാനാവാത്ത വസ്ത്രങ്ങളാണ് അല്ലാഹു ദീൻ പഠിക്കുന്ന ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾ കണിയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റുമോ? ആ ദീനുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവരെ പരിപാലിച്ചതിന് പകരം അല്ലാതെ ലോകത്തൊന്നുമില്ലാട്ടോ. ഉമ്മാനെ തോളത്തേറ്റി അല്ലാഹുവിന്റെ കഅബാലയത്തിനെ തവാഫ് ചെയ്ത് ആ ഉമ്മാനെ താടറക്കി വെച്ചിട്ടുമ്മ എന്നെ ഗർഭം ചുമന്നതിന് പകരമായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വലാ ചുൽക്കത്തുൻ വാഹിദ, ഒരൊറ്റ നിമിഷത്തിന് പോലും പകരമായിട്ടില്ല. ഒരൊറ്റ നിമിഷത്തിന് പോയിട്ടും പകരമായിട്ടില്ല. ഗർഭം ചുമന്ന കാലഘട്ടത്തിലെ വേദനയുടെ ഒരു നിമിഷത്തിനും ഇത് പകരമായിട്ടില്ല. പ്രിയമുള്ളവരെ, വേദനിപ്പിക്കല്ലേ, ഉള്ളക്കാളല്ലേ. ഇന്നുമ്മ നമ്മളുടെ കൂടെയുണ്ട്, ബാപ്പ നമ്മളുടെ കൂടെയുണ്ട്. ഈ ജുമഅ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മക്കളോട് ഉമ്മാക്കൊരു ചുംബനം കൊടുക്കാൻ അവര് മോഹിച്ചിട്ടുണ്ടാകും. എത്ര കാലമായിട്ടുണ്ടാകും അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു നല്ല വാക്ക് അവരോടൊന്ന് പറഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്നവരോട്, ഭീഷണിപ്പെടുത്തുന്നവരോട്, ഗൗരവത്തിലൂടെ സംസാരിക്കുന്നവരോട്, വീട്ടിലെ ജോലികളും അറബ് രാജ്യത്തിന്റെ മണ്ണിൽ ജോലി ചെയ്യുമ്പോ മക്കളെ കാണാനും ചേർത്ത് പിടിക്കാനും മോഹമുണ്ടായിട്ട് പോലും അവർ പെടാപാടുപെട്ട് അധ്വാനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരോട് നമുക്കും ഒരു മക്കളുണ്ടാകുന്നു എന്ന് സന്തോഷ വാർത്ത അറിയുമ്പോ, ഗർഭത്തിൽ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ജീവന്റെ തുടിപ്പറിയുമ്പോ അന്നറിയുമല്ല എന്റെ ഉമ്മാന്റെ നൊമ്പരം എന്താണ്, ത്യാഗം എന്താണ്. ഒരു എംബ്രിയോ വളർന്നു വരുമ്പോ ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് ഊർജം വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോ, അനിയന്ത്രിതമായി ഒമിറ്റ് ചെയ്യാൻ ഛർദിക്കാൻ തുടങ്ങുമ്പോ എന്റെ ഉമ്മാന്റെ വിഷമങ്ങൾ എന്താണ് അന്ന് നമ്മൾ അറിയും. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുമ്പോ അന്നറിയും എന്റെ ബാപ്പാന്റെ നൊമ്പരെന്താൻ. അന്നവരോട് മാപ്പ് ചോദിക്കാൻ, ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണില് മാപ്പ് ചോദിക്കാൻ അവരെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉറക്കമൊളിച്ച് കണ്ണുകളെ ഈർന്നടിപ്പിക്കുന്ന രാത്രികളുണ്ടാകും. എഴുതി വെച്ചോ നിങ്ങള്. ഉമ്മ നട്ടതും ഉമ്മ നനച്ചതും ഉമ്മ ഓതി അടയാളം വെച്ചതും വാപ്പാന്റെ കാലടിപ്പാടുകളും ഉറക്കമില്ലാതെ ഈർന്നടിപ്പിക്കുന്ന ഒന്ന് മാപ്പ് ചോദിക്കാനെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് പറയുന്ന അവസ്ഥകളുണ്ടാകും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കരുതലോടെ കാണാൻ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ന്യൂ ഇയറുകളും സെലിബ്രേഷനുകളൊക്കെ വരാൻ പോവാ. ആയുസിന്റെ ഏടാണ് കഴിയുന്നത് എന്ന ബോധ്യം മനസ്സിലുണ്ടായി. അത്തരം തിന്മകളുടെ കൂട്ടുകെട്ടുകളോട് ഞാനില്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോവാൻ എന്റെ മക്കൾ തയ്യാറാവണേ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗതുല്യമായ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
ന്യൂ ഇയറിന്റെ സെലിബ്രേഷനിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇൻഷാ അല്ലാഹ് വരുന്ന 31-ാം തീയതി നമ്മളുടെ ഈ പള്ളിയിലെ നമ്മുടെ മക്കളെ നമ്മൾ വിളിച്ചിരുത്തും. കൗമാരക്കാരായ കോളേജ് വിദ്യാർത്ഥികളെ മുഴുവൻ 4 പ്രധാനമായ വിഷയങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ കരുത്തായ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താൻ, അവരുടെ വിശ്വാസ മേഖലകളെ അവർക്ക് ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് ഇവിടുന്ന് ജുമാ കഴിഞ്ഞിറങ്ങണ ഓരോ രക്ഷിതാക്കളും ആലോചിക്കേണ്ടത് അവരിങ്ങനെ പറത്തിവിടാനില്ല, അവർക്ക് ഇൽമ കിട്ടണം, ദീന് കിട്ടണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഇതിന്റെ താഴെ ഇൻഷാ അല്ലാഹ് 31-ാം തീയതി ന്യൂ ഇയറിന്റെ തലേ ദിവസം തന്നെ നമ്മുടെ മുഴുവൻ മക്കളെയും, ചെറിയ സ്കൂൾ ഹൈസ്കൂൾ തലങ്ങൾ മുതൽ ഡിഗ്രി തലങ്ങളിലുള്ള വിദ്യാർത്ഥികളെ അവർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇൻഷാ അല്ലാഹ് സിസ്റ്റം വെച്ച് അവർക്ക് മടുപ്പ് വരാത്ത രൂപത്തിൽ ക്രമീകരിച്ച പല പ്ലാനിങ്ങും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഇതൊരു പ്രോഗ്രാമിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ആരെയൊന്നും ഇവിടെ ഫീസ് മേടിച്ച് നേടാനുമില്ല. നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ ആക്ടിവിറ്റികളായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങളായി അവരെ ചേർത്ത് പിടിക്കാനാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ആ വിഷയത്തിലെ ബോധവാന്മാരാകണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഇവരെയും ഒരുമിച്ചാക്കുമാറാവട്ടെ. അള്ളാഹുവേ, പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മളുടെ ഒക്കെ ദഅ്വ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന നമ്മളുടെ ഒരു പ്രബോധകൻ, അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. കിഡ്നിയിൽ മുഴ വന്നതാണ്. വലിയ എമൗണ്ടിന് അമൃത ഹോസ്പിറ്റൽ സർജറിക്ക് വിധേയമാവുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥനയിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ശിഫ ആജിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹ് പ്രയാസങ്ങൾക്ക് ദൂരീകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഖബറിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه